ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തിൽ മീനം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ, നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ. നമുക്ക് അധികം താമസിക്കാൻ വീഡിയോ കേൾക്കാം. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് നമ്മൾ തൊട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോയ്ക്കകത്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ജൂലൈ മാസഫലം. ഇടവക്കൂർ അഥവാ ഇടവരാശി. കാർത്തിക മുക്കാൽ രോഹിണി മകേരം വരെ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവക്കൂർ അഥവാ ഇടവരാശി എന്ന് പറയുക. അപ്പം ഇവരുടെ ജീവിതത്തിൽ പൊതുവെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുക, ഇവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ ഇവർക്ക് വ്യാരം എന്ന് പറയുന്ന ജന്മത്തിലാണ്. ഈ 13-ാം തീയതി ജൂലൈ 13-ാം തീയതിയോടെ എന്താണ് കുജനും ജന്മത്തിലേക്ക് വരികയാണ്. 10-ലാണ് ശനി വക്രത്തിൽ നിൽക്കുക, 11-ൽ രാഹു നിൽപ്പുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പഴയ ചിന്തകൾ അല്ലെ പഴയ വർക്കുകൾ പഴയ ഓരോ പ്ലാനുകളൊക്കെ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. പഴയതിലേക്കൊരു ചിന്ത കൂടുതൽ പോവുക, നമുക്ക് അന്നേരം ആ കാര്യം ചെയ്താലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരിക. പണ്ട് നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ തൊഴിൽ എന്താണ് ഉപേക്ഷിച്ചായിരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ. എന്നിപ്പോൾ വീണ്ടും ഒരു ചിന്തന വരികയാണ്, നമുക്ക് ആ തൊഴിൽ ചെയ്താലോ എന്നൊരു ചിന്തന വരിക. അല്ലെങ്കിൽ ഞാൻ ആ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം വീണ്ടും നമുക്കൊന്ന് പൊടിതൊട്ടി എടുത്താലോ. പണ്ടൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ബിസിനസ് തുടങ്ങാൻ വേണ്ടി. ഇപ്പം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയാലോ, അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബിസിനസ് നമുക്ക് തുടങ്ങിയാലോ എന്നൊക്കെ ഒരു ചിന്ത എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും ഈ ജൂലൈ മാസം എന്ന് പറയുക. റിസ്ക് ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ഒരു ബിസിനസ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു റിസ്ക് ഒക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. വളരെയധികം ജാഗ്രത വേണം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്കൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിൽക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടെ നല്ല എക്സ്പേർട്ടിൻ്റെ കയ്യിൽ ബിസിനസ് കൺസൾട്ടൻ്റെ കയ്യിൽ നല്ല രീതിയിൽ ഒരു അഡ്വൈസൊക്കെ സ്വീകരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ. നിങ്ങൾ എല്ലാം അറിയുന്നവർ തന്നെയാണ്, നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും നോളജ് ഉണ്ട്, നിങ്ങൾ ബിസിനസ് പക്കയായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, ഓക്കെ, എല്ലാം ശരി തന്നെയാണ്. ബട്ട് എന്ത് ചെയ്യുക, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും സ്വീകരിക്കാൻ, ജസ്റ്റ് അവരുടെ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ, അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നല്ല ബിസിനസ് കൺസൾട്ടൻ്റ് തന്നെ കണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുക. കാരണം നിങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആർക്കും ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അതിനെ എങ്ങനെ നോക്കിക്കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു, അതിലാണ് നമുക്ക് കാര്യം. അതിന് കൃത്യമായ ബിസിനസ് അറിവ് നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിനോട് ഞാൻ പറയുന്നത്, നല്ലൊരു ബിസിനസ് കൺസൾട്ടൻ്റിനെ കണ്ട് അതിന് അഡ്വൈസ് ചെയ്ത ശേഷം മാത്രം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്കൊക്കെ ചിന്തിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങാനോ, മറ്റുള്ളവരുണ്ടല്ലോ എന്നൊരു കാര്യത്തിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാനോ നിൽക്കല്ലേ ഈ ജൂലൈ മാസത്തിൽ കേട്ടോ. നിങ്ങൾക്ക് അറിയാം ബിസിനസ്, നിങ്ങൾക്കൊരു അഡ്വൈസ് സ്വീകരിക്കാൻ മടിയില്ല, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, എന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച ശേഷം മാത്രം അതിലോട്ടൊക്കെ ഇറങ്ങുക. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 13-ാം തീയതി കുജനും വ്യാഴവും ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഇവർക്ക് മനോവിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞൊക്കെ അവസ്ഥ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. പ്രണയികളെ അല്ലെങ്കിൽ പ്രണയത്തിലൊക്കെ നിൽക്കുന്നവരാണ്, നിങ്ങൾക്കതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലസിദ്ധിയൊക്കെ ലഭിക്കും. അപ്പോൾ പയ്യെ അതിൻ്റെ ഒരു എന്താണ് ഒരു രീതിയിൽ നിങ്ങൾക്കത് വീട്ടിൽ അവതരിപ്പിച്ച് രണ്ടുപേരും അനുകൂലമായി നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വിവാഹമൊക്കെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായ സമയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉപരിപഠനത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് എന്ത് കോഴ്സ് എടുക്കണം, ഏതിലോട്ട് പോകണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പോകുന്ന ആ ഒരു തൊഴിൽ നിർത്തിയിട്ട് വേറെ തൊഴിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പോണ പഠിത്തം നിർത്തിയിട്ട് വേറൊരു പഠിത്തത്തിലേക്ക് മാറണോ എന്നൊക്കെ ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ ചെറിയ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിനൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുമെങ്കിൽ ഒരു നല്ല രീതിയിലൊരു കരിയർ ഗുരുവിനെയോ അല്ലെങ്കിൽ കരിയർ എക്സ്പേർട്ടിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം പോകും. കാരണം നമ്മളൊരു കോഴ്സ് ചേർന്ന് കഴിഞ്ഞ് പകുതിക്ക് എത്തിക്കാൻ നമുക്ക് മനസ്സിലായി, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റിയ കോഴ്സല്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള കോഴ്സല്ല നമുക്ക് മനസ്സിലായി. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നെങ്കിൽ അത് ഇട്ടിട്ട് അടുത്ത പഠിക്കേണ്ടി വരും. സോ അവിടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലേ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ടല്ലേ, ആ എക്സ്പെൻസ് നമ്മൾ ഒന്നെങ്കിൽ അത് കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമ്മളല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട, ഓക്കെ എന്തായാലും ഞാൻ വന്നു, നമുക്കിത് പഠിച്ചേക്കാം
എന്ന് ചിന്തിച്ച് പഠിക്കുന്നവരുണ്ടാക്കാം. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം നമ്മൾ പഠിച്ചു, അല്ലെ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യാൻ പോകുന്നു, നമുക്ക് ഒരിക്കലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ജോലി എനിക്ക് ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമുള്ള തൊഴിലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ഭാവിയിൽ അത് ബാധിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ലൊരു എക്സ്പേർട്ടിനെ സ്വീകരിച്ചു. ഇനിയിപ്പോൾ കരിയർ കാണാൻ പോകണില്ല, പഠിത്തം നിങ്ങൾക്കൊരു മുന്നോട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് അതിനെ ചോദിക്കുക, നമുക്ക് എന്താണ് എടുക്കേണ്ടത്. പിന്നെ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളുടെ എബിലിറ്റി എന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അല്ലേ. നിങ്ങൾ ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. സോ അവർ നിങ്ങളോട് പറഞ്ഞു തരും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കുക, പേരൻസിന് അറിയാമെങ്കിൽ പേരൻസ് പറഞ്ഞു തരും. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നല്ലൊരു കരിയർ ഗൈഡൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് അല്ലേ. അത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മറ്റെന്തൊരു കാര്യമുള്ളൂ. സോ നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഒരു നല്ലൊരു കരിയർ ഗൈഡിനെ കാണുക, നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് പൊതുവെ നോക്കുവാണെങ്കിലും ഇടവരാശിക്ക് ഒരു മനസ്സുഖമൊക്കെ ഉണ്ടാവും. ആ മനദുഃഖമൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്കൊരു സന്തോഷത്തിൻ്റെ ആവശ്യം ഒക്കെ വന്നുകൊണ്ടിരിക്കും. ആരോഗ്യ കാര്യങ്ങളൊക്കെ ചെറിയ ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പൊതുവെ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, അത് തരത്തിൽ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഓർത്ത് ഒരിക്കലും പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ജാഗ്രത പുലർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഗ്നി അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അതിന് അടുത്ത് പണിയുന്നവർ, അതുമായിട്ട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധ വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി പ്രായം ചേർന്നവർ പുതിയൊരു ശ്രമമൊക്കെ ശ്രമിച്ചാൽ, പുതിയൊരു കാര്യത്തിലായിട്ട് ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ആ ഫീൽഡ് എങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെയൊക്കെ ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ പലരും നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ ഇടവരാശിയുടെ ഫലം ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാണ് വിചാരിക്കുന്നതുകൊണ്ട് വലുതാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിസ്സാരം മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയാവാം. അപ്പം ആ വലിയ പ്രശ്നം എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമുക്കൊരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പം അതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുക. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, പുതിയൊരു ആരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ ഈ പൊതുഫലം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം നിങ്ങൾ തന്നെ പലപേരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫലങ്ങളൊന്നും പകുതി ലഭിക്കുന്നില്ലല്ലോ എന്ന്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായി എക്സ്പേർട്സിനോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ആസ്ട്രോളജി കൺസെപ്റ്റ് മാത്രം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കൺസെപ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. ബിസിനസ് റിലേറ്റഡ് കൺസെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ളവരോട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ആസ്ട്രോളജി പ്രൊഡിക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല അല്ലേ. കാരണം നമുക്ക് നല്ല ഫലങ്ങളുള്ള സമയത്ത് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അല്ലേ. ആ തൊഴിലനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ ഗോൾസൊക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അട്രാക്ഷൻ കൂട്ടി വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മോശ സമയത്ത് നിങ്ങൾക്ക് മോശ സമയമാണ്, റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ജാഗ്രത എടുക്കണം, അതിനുള്ള ശ്രദ്ധ കൊടുക്കണം, അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഇത് വിജയിക്കാനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പകുതി നമ്മുടെ രാശിഫലം മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ ഐഡിയാസ് ഒന്നും ലഭിക്കില്ല അല്ലേ. ആ ഒരു ഐഡിയയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറുമായിട്ട്, ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ടു ജോയിൻ പെൻഡുല ആസ്ട്രോളജിനോ അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ
ആ വാട്സപ്പ് മെസ്സേജിൽ ഇടുക. വേറെ ഹായ് അല്ലെങ്കിൽ നമസ്കാരം ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ആദ്യം നമസ്കാരം ഇട്ടാലും കൃത്യമായ കാര്യം നിങ്ങൾ കൺസൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനാണോ എന്ന് കൃത്യമായി ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പെൻഡുലം ജ്യോതിഷം നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുക. അപ്പം ആ ബാച്ചിലേക്ക് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ആർക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പൊതുവായിട്ടാണ് നമ്മൾ ഈ ഒരു ഫലം പറയുന്നത്, അല്ലേ? മേടരാശി അല്ലെങ്കിൽ ഇടവരാശി, മിഥുനരാശി, ഓരോ രാശിക്കാരുടെയും ആ രാശി ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലം. സോ എന്താണ്, ഇവിടെ ഈ ഒരു രാശി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്ര വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ പല സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ പലതായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ പലതായിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം പലതായിരിക്കാം. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത്, അല്ലേ? ക്യാരക്ടർ ബിൽഡ് ആവുന്നതനുസരിച്ചാണ് നമുക്കുണ്ടാവുന്ന ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ്, നമുക്ക് മുൻജന്മ കർമ്മവും നമ്മുടെ ഈ ഒരു ലൈഫിൽ ബന്ധിച്ചിരിപ്പുണ്ട്, അല്ലേ? അപ്പം ഈ മുൻജന്മ കർമ്മവും നമ്മളിലായിട്ട് ബന്ധിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ വളർച്ചയിൽ ഒത്തിരി പേർക്ക് എന്താണ് അസൂയ, കുശുമ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കുശുമ്പ് വന്നേക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ ആ തോന്നൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തയാണ്, ആ ചിന്തയ്ക്ക് എന്താണ് നമ്മളൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പം അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് അങ്ങോട്ട് കൊടുക്കണം, അല്ലേ? നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ തരാൻ സാധിക്കുള്ളൂ, നമ്മളിലേക്ക് നന്മ എത്തുകയുള്ളൂ, അല്ലേ? അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും, അല്ലെങ്കിൽ നമ്മൾ പലരും പറയാറുണ്ട്, എനിക്ക് മാത്രമേ എപ്പോഴും ഈ മോശ സമയം സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഭയങ്കര നല്ല സമയമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. അതിന് കാരണം ചിലപ്പം എന്താണ്, അവർക്ക് ആ ടൈമിൽ നല്ല ദൈവാധീനം ഉണ്ടാവാം. അത് മാത്രമല്ല, അവരെന്ത് ചെയ്യണം, മുൻജന്മ കർമ്മത്തിൽ അവർ നല്ല ഫലങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ഫലങ്ങളൊക്കെ അവർ ഈ ജന്മത്തെ അനുഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം മുൻജന്മ കർമ്മം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ എന്താണ് അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. ഒരു നല്ല കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യക്തിപരമായിട്ട് പ്രശ്നം നോക്കി, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജാതകം പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്ത ചെയ്യുകയോ ചെയ്യണം നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അനുകൂല സമയമാണ്. നമ്മുടെ ജാതകത്തിൽ നമുക്ക് പക്ഷേ മോശമാണെങ്കിൽ നമുക്ക് ഈ അനുകൂല ഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും മോശമായി സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേരും നക്ഷത്രം വ്യക്തമായിട്ട് തന്നെ ഇടുക കേട്ടോ. പേര് നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇടുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല, മിക്സായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരാളുടെ പേര് നക്ഷത്രം വേറൊരാളുടെ പേര് മാത്രം എടുത്ത് അടുത്ത കമൻറ്റ് നക്ഷത്രം മാത്രം ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. കൃത്യമായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇടുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കോഴ്സിന് വന്നതാണ്, കൺസൾട്ടേഷന് വന്നതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കോൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. വിളിച്ച് എപ്പോഴും കിട്ടുന്ന നിർബന്ധമില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെയ്യും, ഓഫീസ് സ്റ്റാഫ് നമ്മളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൃത്യമായിട്ട് നൽകും കേട്ടോ.